സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മുടെ മധ്യേ മഹത്വപ്പെടുമാറാകട്ടെ. തശ്വാ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന ഏവരെയും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്ന കർത്താവ് നമ്മെല്ലാവരെയും കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ വ്യത്യസ്തമായ പ്രലോഭനങ്ങളുടെ ഒരു ലോകത്തിലായിരിക്കുകയാണ്. അതിലേറ്റവും ചിന്തനീയമായ ഒരു പ്രലോഭനമാണ് ഖർവാപ്പസി. ഈ ഇടയ്ക്ക് വീണ്ടും തലപൊക്കിയ ഒരു ആഹ്വാനമാണത്. ചില വർഷങ്ങൾക്ക് മുൻപേ അത്തരത്തിൽ ചില ആഹ്വാനങ്ങൾ കേട്ടിരുന്നു. അത് വീണ്ടും തലപൊക്കിയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ഹൈന്ദവ വിശ്വാസ ജീവിതത്തിൽ നിന്ന് സത്യവെളിച്ചത്തിലേക്ക്, നിത്യരക്ഷയിലേക്ക്, നിത്യസന്തോഷത്തിലേക്ക്, ക്രിസ്തീയതയിലേക്ക് കരം പിടിച്ചു നടത്തി ഇന്ന് ആക്കി വച്ചിരിക്കുന്ന ഈ സമാധാന ജീവിതത്തിലായിരിക്കുന്ന എനിക്ക് ഒരു ഖർവാപ്പസി എന്നുള്ള ആഹ്വാനം കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുവാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുവാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട്. ഖർവാപ്പസി, വീട്ടിലേക്ക് മടങ്ങി വരിക. ഏത് വീട്ടിൽ നിന്നാണോ ഇറങ്ങിപ്പോയത് അവിടേക്ക് തിരിച്ചു വരിക. ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, ഈ വിശ്വാസത്തിലേക്ക് ഇങ്ങനെ പോകുന്നത് ഒരു അബദ്ധമാണ്. ഇത്തരത്തിൽ ആരൊക്കെയോ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത്, ഹിപ്നോട്ടൈസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരിക. കാരണം നമുക്ക് പാരമ്പര്യമായിട്ടുള്ള ദേവീദേവന്മാരുണ്ട്, ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ വഴിയിൽ നടക്കുന്നത് വളരെ അനുഗ്രഹമാണ് എന്നെൻ്റെ സ്വന്തം പിതാവ് പറയുവാനിടയായി. എന്നാൽ അദ്ദേഹത്തോട് എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇത്രമാത്രം സമാധാനം തരുന്ന, ഇത്രത്തോളം സന്തോഷം തരുന്ന, ഓരോ ദിവസവും നമ്മോട് സംസാരിക്കുന്ന, നമ്മോട് ഇടപെടുന്ന, നമ്മുടെ തെറ്റുകളെ തിരുത്തി വ്യക്തതയോടെ നടത്തുന്ന ദൈവവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ഈ തരത്തിൽ ഒരനുഭവം എനിക്ക് എവിടെ കിട്ടും? ഞാൻ തിരികെ വന്നാൽ എനിക്ക് എവിടെ കിട്ടും? കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ 30 വയസ്സുവരെയും അത്തരത്തിലുള്ള യാതൊരു അനുഭവങ്ങളും ഇല്ലാതിരുന്ന നല്ലൊരു ഭക്തയായിരുന്നു. എന്നെ അമ്പലവാസി എന്നാണ് അധികം പേരും വിളിച്ചിരുന്നത്. കാരണം ഞാൻ എവിടെയൊക്കെ പുണ്യസ്ഥലങ്ങളുണ്ടോ അവിടെ എല്ലാം പോകുന്ന സ്വഭാവക്കാരിയായിരുന്നു. എൻ്റെ വിവാഹശേഷം എനിക്ക് മനസ്സിലായി എൻ്റെ കുടുംബനാഥനും അത്തരത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹവും ഞാനും കൂടുതലും സഞ്ചരിച്ചിരുന്നത് പുണ്യസ്ഥലങ്ങളിലായിരുന്നു. ഒരല്പ സമാധാനത്തിന് വേണ്ടി, അല്പ സ്വസ്ഥതയ്ക്ക് വേണ്ടി, അല്പം ഒരു ആശ്വാസത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് അവസാനം ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ ഇടവന്നു. ആരും ഞങ്ങളെ വിളിച്ചില്ല, കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ, മതം മാറ്റിത്തരാമെന്നോ നിങ്ങൾക്ക് കുറച്ച് സമാധാനം തരാമെന്നോ ആരും വിളിച്ചില്ല. യാദൃശ്ചികമായിട്ടാണ് യേശുക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുവാനിടയായത്. എന്നാൽ അന്നു മുതൽ ഞങ്ങളുടെ ചരിത്രം മാറി, ഞങ്ങളുടെ ജീവിതം മാറി, ഞങ്ങളുടെ അവസ്ഥകൾ മാറി. ആത്മഹത്യ ചെയ്യണമെന്ന് മാത്രം ചിന്തിച്ചിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ജീവിക്കുന്ന ഏക സത്യ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ തുടങ്ങി. ഒരു കിടരോഗിയാകുവാൻ വിധി നിർണയിച്ചിട്ടിരുന്ന എൻ്റെ മകൾ മെഡിക്കൽ സയൻസ് കൈവിട്ടിട്ട് ഞാൻ വിശ്വസിച്ചിരുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യുവാനില്ലെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ എൻ്റെ കർത്താവ് അവളെ അത്ഭുതകരമായി സൗഖ്യമാക്കി. കിടരോഗിയാകുവാൻ അനുവദിക്കാതെ ഇന്ന് ആരോഗ്യത്തോടെ വളർത്തി തരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾക്കൊന്ന് ആത്മഹത്യ ചെയ്താൽ മതിയെന്ന് ചിന്തിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു മരണമല്ല ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ദൈവം കൃപ നൽകി തന്നു. ജീവൻ്റെ വില എന്താണെന്ന് ദൈവം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ പഠിപ്പിച്ചു. വിശുദ്ധ ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് വലിച്ചെറിഞ്ഞ ആളാണ് ഞാൻ. എന്നാൽ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായ കാര്യം, വിശുദ്ധ വേദപുസ്തകം ഒരു മതഗ്രന്ഥമേ അല്ല. അതൊരു നിയമ പുസ്തകമാണ്. ലോകത്തിൽ മനുഷ്യന് വേണ്ടി ദൈവം നൽകി തന്ന നിയമ പുസ്തകം. പഴയ നിയമവും പുതിയ നിയമവും എന്ന 39ഉം 27ഉം പുസ്തകങ്ങൾ ചേർന്ന് 66 പുസ്തകങ്ങളിലായി ഒരു മനുഷ്യൻ എപ്രകാരം ജീവിക്കണമെന്നും എപ്രകാരം ജീവിക്കരുത് എന്നും ദൈവം പഠിപ്പിച്ചു തരുന്നു. കാരണം അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ആ മകനുണ്ടല്ലോ, അവൻ നിയമങ്ങൾ മറന്നുപോയി, അപ്പൻ്റെ മനസ്സലിവ് മറന്നുപോയി, അപ്പൻ്റെ സ്വഭാവം മറന്നുപോയി, അപ്പൻ ഒരുക്കിയിരിക്കുന്ന അവകാശങ്ങളും അധികാരങ്ങളും മറന്നുപോയി. ആ മറവി അവനെ നിത്യ നരകത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോയത്. അവൻ പന്നികളുടെ ഭക്ഷണം കഴിക്കേണ്ടെന്ന ഗതികേട് വന്നു. പ്രിയമുള്ളവരെ പറയട്ടെ, വിശുദ്ധ വേദ പുസ്തകം വായിക്കുമ്പോൾ മടങ്ങിച്ചെല്ലുമ്പോഴുണ്ടാകുന്ന സന്തോഷം, ആ ഇളയപുത്രൻ എങ്ങനെയാണോ മടങ്ങിച്ചെന്നപ്പോൾ പിതാവ് മാറോട് ചേർത്ത്
പുറത്തു വെച്ച് ചുംബിച്ചത്. ആ ഒരു സന്തോഷമാണ് യേശു ക്രിസ്തുവിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ കിട്ടുന്നത്. ഈ ആശ്വാസം എവിടെ ലഭിക്കും? മറ്റെവിടെ ലഭിക്കും? എല്ലായിടത്തും അന്വേഷിച്ച് തളർന്ന് നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ച ഞങ്ങൾക്ക് ആമേൻ നിത്യരക്ഷയുടെ ഈ വലിയ സന്തോഷം ഒരുക്കി തന്ന ദൈവത്തെ എങ്ങനെ വിസ്മരിക്കുവാൻ കഴിയും? എങ്ങനെ തള്ളിക്കളയാൻ കഴിയും? ഒരു പക്ഷേ വാളോ അല്ലെങ്കിൽ മറ്റൊരു പക്ഷേ ആമേൻ മൺകൂനകൾക്കടിയിൽ അടഞ്ഞു പോകുന്ന അനുഭവമോ ഉണ്ടായാൽ പോലും ഭയപ്പെടുവാനില്ല. പ്രിയമുള്ളവരെ, ആമേൻ ഒരു പാട്ടിപ്രകാരമുണ്ട്. ആമേൻ മണ്ണോടു മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല, എന്നെ ഉയർപ്പിക്കും വിൺശരീരത്തോടെ കൈക്കൊള്ളുമേഴേ മഹത്വത്തിൽ. അവൻ ആ പ്രത്യാശയാണ് അവൻ ഓരോ ദിവസവും ക്രിസ്തുവേശുവിൽ ചാരി മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കുന്നത്. അതിനായി പരിശുദ്ധാത്മാവ് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും നൽകി തരുമ്പോൾ ഒരു മനുഷ്യനെയും ഒരു പ്രസ്ഥാനത്തെയും പ്രസാദിപ്പിക്കുവാനല്ല, വിളിച്ചു വേർതിരിച്ച് നിത്യരക്ഷയുടെ സന്തോഷത്തിലാക്കി വെച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനിടയിൽ മതചിന്തകളില്ല, മതസ്പർദ്ധകളില്ല. ഒരിക്കലും എൻ്റെ മക്കളെ കൊണ്ട് ആരെയും വെട്ടുവാനോ കൊല്ലുവാനോ നശിപ്പിക്കുവാനോ ആർക്കെങ്കിലും എതിരായി എന്തെങ്കിലും ചെയ്യുവാനോ പരിശീലിപ്പിക്കുന്നില്ല. അവർ നിത്യസ്നേഹത്തെ പങ്കിടുന്നവരായിരിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ചുറ്റിലും നോക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ആയുധങ്ങൾ കൊടുത്ത് വ്യത്യസ്തരായ കുഞ്ഞുങ്ങളെ അവൻ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് കാണുമ്പോൾ പ്രിയമുള്ളവരെ, ഒന്നും മാത്രം ക്രിസ്തീയത പോലെ ഇത്രയും നിഷ്കളങ്കമായ സ്നേഹം പ്രചരിപ്പിക്കുന്ന മറ്റൊരു മാർഗവുമില്ല. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാ ഹൃദയങ്ങളിലും വാഴട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്ത യേശു കർത്താവ് വരുവാൻ കാലമായിരിക്കുന്നു. കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയോടെ ഒരുങ്ങാം. ആമേൻ. അതിനു മുന്നേ ഈ ഭൂമിയിൽ നടക്കേണ്ടുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ ആമേൻ പ്രവചിച്ചിരുന്നതൊക്കെ നിവർത്തിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ അന്ത്യകാലത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ നാം ഓരോരുത്തരുമായിരിക്കുന്നു. ആമേൻ. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആമേൻ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.